ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എന്റെ ദേവികെ, ചന്ദ്രയുടെ അച്ഛൻ ഈ സിറ്റിയിൽ തന്നെ തമ്പടിച്ച് വലിയ ബിസിനസ് പദ്ധതികളാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പാളയത്ത് എവിടെയോ ആണ് ഓഫീസ് എന്നൊക്കെ കേട്ടു. എന്തോ സെക്യൂരിറ്റി സർവീസ്. എനിക്ക് ദേവിക ഒന്ന് കാണണം. ദേവികയുടെ ഫോൺ വന്നെന്ന് പറഞ്ഞ മുൻപ് അങ്ങേരുടെ മുൻപിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ദേവികയെ ഒരു 10 മിനിറ്റ് എനിക്ക് താ. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ ഇരുന്നാലേ ഭ്രാന്ത് പിടിച്ച് എന്റെ തല പൊട്ടിത്തെറിക്കും. തിരക്കിലാണോ സിദ്ധുട്ടാ? ഏയ്, എന്ത് തിരക്ക്? കാര്യങ്ങൾ അപ്പൊ തന്നെ ദേവികയെ ദേവിക ചേച്ചി അറിയിക്കുന്നുണ്ടല്ലോ അല്ലേ? ചന്ദ്രയ്ക്ക് ചന്ദ്രയിലേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സിദ്ധുവിനെ വെച്ച് വലിയ വലിയ സങ്കല്പങ്ങളാ അച്ഛന്റെ മനസ്സിൽ. എന്നെ വെച്ച് ആരും സ്വപ്നക്കൊട്ടാരം കെട്ടുകയോ സങ്കല്പങ്ങളുടെ ബുർജ് ഖലീഫ പണിയുകയോ ഒന്നും വേണ്ട. ആശിക്കുക, സ്വപ്നം കാണുക, ഇതൊക്കെ ഓരോരുത്തരുടെയും അവകാശങ്ങളല്ലേ സിദ്ധുട്ട? ആഗ്രഹിക്കാതിരിക്കാം, സങ്കടപ്പെടാതിരിക്കാം എന്നാണ്. ഓ, ശ്രീബുദ്ധൻ പറഞ്ഞത്. സിദ്ധേട്ടനും ഇക്കാര്യം ബാധകമാണ്. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലാതായ അതിന്റെ കൂടെ ഞാനും ഇല്ലാതാവും. അത്രേ ഉള്ളൂ. സാറ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്റെ മൂക്ക് വേണ്ടി ഞാൻ. മനോഹര സാറ് ടെൻഷനാവണ്ട. സാറിന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെയാ ഞാൻ വെച്ചിരിക്കുന്നത്. പേര് മിലി, പാലാക്കാരിയാ, നല്ല കുട്ടിയാ. പഠിച്ചിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റാ. ആ കുട്ടി ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം.